നാഷണൽ പെൻഷൻ സ്കീം പിൻവലിക്കണമെന്ന് കേരള പ്രദേശ് സ്കൂൾ ടീച്ചേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ സമ്മേളനം ആവശ്യപ്പെട്ടു. പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ നടന്ന KPSTA റവന്യൂ ജില്ലാ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് ഉദ്ഘാടനം ചെയ്തു. This news sponsored by Forever for everyone. Shobhika Weddings, Big Mall, Kanyanad, Kozhikode, Koilandi and Kutyadi. അധികാരത്തിൽ വന്നാൽ NPS അറബിക്കടലിൽ എന്ന് പറഞ്ഞ ഇടത് സർക്കാർ 8.5 വർഷം പൂർത്തിയാകുമ്പോൾ കേരളത്തെ കടക്കിണിയിലാക്കിയെന്ന് സംസ്ഥാന പ്രസിഡന്റ് K. അബ്ദുൽ മജീദ് പറഞ്ഞു. പാലക്കുന്ന് മാഷ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന KPSTA റവന്യൂ ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അക്കാദമിക് കലണ്ടർ ഇല്ലാത്ത ഒരു വർഷം കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് 2024-25 അധ്യയന വർഷമാണ്. കേരള സംസ്ഥാനം രൂപീകരിച്ചതിന് ശേഷം ഇതുപോലെ ഒരു അക്കാദമിക കലണ്ടർ ഇല്ലാത്ത വർഷം ഉണ്ടായിട്ടില്ല. എന്തുകൊണ്ടാണ് അക്കാദമിക് കലണ്ടർ ഇല്ലാതെ പോയത്? സാധാരണഗതിയിൽ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. ഒരു അക്കാദമിക് കലണ്ടർ രൂപപ്പെടുത്തുമ്പോൾ ഉണ്ടാക്കുന്ന ഒരു സിസ്റ്റം, ആ സിസ്റ്റത്തെ മറികടന്നുകൊണ്ട് ചില സ്വാർത്ഥ താല്പര്യക്കാരുടെ താല്പര്യ സംരക്ഷണത്തിന് വേണ്ടി വിദ്യാഭ്യാസ മന്ത്രിയുടെ ശിങ്കിടികളായി മാറിയ കുറെ ആളുകൾ അതിന്റെ ഉപജാപക വൃദ്ധമായി പ്രവർത്തിക്കുന്നുണ്ട്. കാസർഗോഡ് റവന്യൂ ജില്ലാ പ്രസിഡന്റ് KV വാസുദേവൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി GK ഗിരീഷ് മുഖ്യ പ്രഭാഷണം നടത്തി. നമ്മുടെ അവകാശങ്ങൾ തിരിച്ചുകിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷെ ആ അവകാശങ്ങൾ തിരിച്ചു കിട്ടണമെങ്കിൽ നമ്മുടെ ശക്തി നാം തെളിയിക്കണം. കേരളത്തിലെ അധ്യാപക മേഖലയിൽ 3/4 ലക്ഷത്തോളം അംഗങ്ങളുള്ള KPST എന്ന ഈ മഹത്തരമായ സംഘടന, നമ്മുടെ സംസ്ഥാന കമ്മിറ്റി മുഖ്യമന്ത്രിയുടെയും അല്ലെങ്കിൽ വിദ്യാഭ്യാസ മന്ത്രിയുടെയും നേരെ വിരൽ ചൂണ്ടി നമ്മുടെ അവകാശങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിൽ അത് ഈ എന്റെ മുമ്പിലിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട അംഗങ്ങളുടെ ശക്തിയാണ്. KPSTA സംസ്ഥാന നിർവാഹക സമിതി അംഗങ്ങളായ P. ശശിധരൻ, K. അനിൽകുമാർ, K. ശ്രീനിവാസൻ എന്നിവർ സംസാരിച്ചു. ജില്ലാ സെക്രട്ടറി PT ബെന്നി സ്വാഗതവും റവന്യൂ ജില്ലാ ട്രഷറർ ജോമി T. ജോസ് നന്ദിയും പറഞ്ഞു. തുടർന്ന് ഉന്നത വിദ്യാഭ്യാസവും യുവജനങ്ങളും എന്ന വിഷയത്തിൽ നടന്ന വിദ്യാഭ്യാസ സമ്മേളനം കണ്ണൂർ യൂണിവേഴ്സിറ്റി മുൻ വൈസ് ചാൻസലർ ഡോക്ടർ ഖാദർ മാങ്ങാട് ഉദ്ഘാടനം ചെയ്തു. ഒരു മനുഷ്യൻ ജീവിതത്തിൽ ഏറ്റവും ഭാഗ്യം സിദ്ധിക്കുന്നത്, ഏറ്റവും വലിയ ഭാഗ്യവാൻ ആരാണെന്ന് തിരുത്തി പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ അത് പറയും, ഒരു അധ്യാപകനാവുക എന്നത്. അതിന് കാരണം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു മേഖല, അത് അറിവ് സമ്പാദിക്കുവാനും അത് ഡിസമിനേറ്റ് ചെയ്യുവാനും മറ്റുള്ളവർക്ക് വേണ്ടി നൽകുവാനുമുള്ള അവസരം ലഭിക്കുന്ന ആളുകളാണ് അധ്യാപകർ. KPSTA സംസ്ഥാന സെക്രട്ടറി PV ജ്യോതി മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് T. രാജേഷ് കുമാർ അധ്യക്ഷനായി. സമ്മേളനത്തിൽ മികച്ച ഉപജില്ലാ കമ്മിറ്റിയായി യഥാക്രമം 1 മുതൽ 3 വരെ സ്ഥാനം നേടിയ കാസർഗോഡ്, ചിറ്റാരിക്കാൽ, കുമ്പള എന്നീ ഉപജില്ലകൾക്കും കഴിഞ്ഞ വർഷത്തെ മികച്ച പ്രകടനം കാഴ്ചവെച്ച ഉപജില്ലാ സെക്രട്ടറിമാർക്കുള്ള ഉപഹാരവും ചടങ്ങിൽ വെച്ച് വിതരണം ചെയ്തു. വിവിധ മേഖലകളിൽ സംസ്ഥാനതലത്തിലും ദേശീയതലത്തിലും അവാർഡ് നേടിയ അധ്യാപകർക്കും സ്വദേശ് മെഗാ ക്വിസ് മത്സരത്തിൽ സംസ്ഥാന വിജയികളായ കുട്ടികളെയും ചടങ്ങിൽ അനുമോദിച്ചു. KPSTA സംസ്ഥാന സമിതി അംഗങ്ങളായ അശോകൻ കോടത്ത്, യൂസഫ് കൊട്ടാടി, സംസ്ഥാന കൌൺസിലർ സ്വപ്ന ജോർജ്, സംസ്ഥാന വനിതാ ഫോറം കൺവീനർ P. ചന്ദ്രമതി, സംസ്ഥാന വെബ്സൈറ്റ് സോഷ്യൽ മീഡിയ സെൽ കൺവീനർ PK ബിജു, KPSTA ജില്ലാ ജോയിന്റ് സെക്രട്ടറി MK പ്രിയ, P. ജലജാക്ഷി തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ വൈസ് പ്രസിഡന്റ് CM വർഗീസിന്റെ അധ്യക്ഷതയിൽ DCC പ്രസിഡന്റ് PK ഫൈസൽ സമാപനം ഉദ്ഘാടനം ചെയ്തു. മുൻ വിദ്യാഭ്യാസ ഉപഡയറക്ടർ N. നന്ദികേശൻ, DCC സെക്രട്ടറി VR വിദ്യാസാഗർ, ജില്ലാ പഞ്ചായത്ത് സ്ഥിരസമിതി അധ്യക്ഷ ഗീതാകൃഷ്ണൻ, ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV ഭക്തവത്സലൻ, വൈസ് പ്രസിഡന്റ് സുകുമാരൻ പൂച്ചക്കാട്, ഉദുമ മണ്ഡലം പ്രസിഡന്റ് ശ്രീധരൻ വയലിൽ തുടങ്ങിയവർ സംസാരിച്ചു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി K. ഗോപാലകൃഷ്ണൻ സ്വാഗതവും P. ശ്രീജ നന്ദിയും പറഞ്ഞു. അധ്യാപകർക്കും ജീവനക്കാർക്കും ശമ്പള പരിഷ്കരണം നടപ്പാക്കുക, എയ്ഡഡ് വിദ്യാലയങ്ങളിൽ നിയമനം അനുവദിക്കുക, സ്റ്റാഫ് ഫിക്സേഷൻ ജൂലൈ 15-ന് പൂർത്തിയാക്കി നിയമനാംഗീകാരം നൽകുക, ഉച്ചഭക്ഷണ തുക മുൻകൂറായി അനുവദിക്കുക എന്നീ ആവശ്യങ്ങൾ സമ്മേളനം പ്രധാന പ്രമേയമായി സമ്മേളനത്തിൽ അവതരിപ്പിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റായി PT ബെന്നിയെയും സെക്രട്ടറിയായി K. ഗോപാലകൃഷ്ണനെയും ട്രഷററായി P. ശ്രീജയെയും തെരഞ്ഞെടുത്തു. ന്യൂസ് ബ്യൂറോ, ഉദുമ.